തുർക്കിയും പാകിസ്ഥാനും ആയുധ കൈമാറ്റം നടത്തി ഇന്ത്യയുടെ രണ്ടാം ഘട്ട ഓപ്പറേഷൻ സിന്ദൂറിനെ നേരിടാൻ അണിയറയിൽ ഒരുങ്ങുമ്പോൾ തങ്ങൾ തെല്ലും ഭയപ്പെടുന്നില്ല എന്ന് പ്രതീകാത്മകമായി അറിയിച്ച് ഇന്ത്യയുടെ കരസേനാ മേധാവി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ സൈന്യം വെടിവെച്ചിട്ട പാകിസ്ഥാന്റെ ഡ്രോൺ യുദ്ധ ട്രോഫിയായി പ്രദർശിപ്പിച്ച് കരസേനാ മേധാവിയുടെ വെല്ലുവിളി. എത്ര ആയുധം മിനുക്കി ഇന്ത്യയെ നേരിടാൻ വന്നാലും ഞങ്ങൾ ട്രോഫിയാക്കുമെന്ന ശക്തമായ സന്ദേശം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ വെടിവച്ചിട്ട പാകിസ്ഥാന്റെ എഖ്വാ ഡ്രോൺ തന്റെ ഔദ്യോഗിക വസതിയിൽ യുദ്ധ ട്രോഫിയായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. തുർക്കിയിൽ നിന്നാണ് പാകിസ്ഥാൻ ഈ ഡ്രോൺ വാങ്ങിയത്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തോടനുബന്ധിച്ചാണ് ജനറൽ ഉപേന്ദ്ര തന്റെ ഔദ്യോഗിക വസതിയിൽ സൈനിക ഉദ്യോഗസ്ഥർക്കായി സ്വീകരണം നൽകിയത്. ഇന്ത്യയിലെ പഞ്ചാബ് സെക്ടറിലെ ഇന്ത്യൻ സൈനിക താവളത്തെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ലാഹോറിൽ നിന്നാണ് എഖ്വാ ഡ്രോൺ വിക്ഷേപിച്ചത്. അമൃത്സർ സെക്ടറിൽ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്ന ഡ്രോൺ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. പഞ്ചാബിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമിടാൻ ഉദ്ദേശിച്ചിരുന്നതായി ഡ്രോണിന്റെ സെൻസറുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ 3 ദിവസങ്ങളിലായി ഇന്ത്യക്കെതിരെ ഏകദേശം 1000 ഡ്രോണുകളാണ് വിക്ഷേപിച്ചത്. ഇവയിൽ വലിയൊരു പങ്കും നിരീക്ഷണ ഡ്രോണുകളായിരുന്നു. F-16 വിമാനങ്ങൾ പാകിസ്ഥാൻ അമേരിക്ക നിരവധി നിബന്ധനകൾ വെച്ചിട്ടാണ് കൈമാറിയത്. അവയിലൊന്നാണ് ഇന്ത്യക്കെതിരെ ഈ വിമാനങ്ങൾ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം. ഇത്തരം കർശനമായ നിബന്ധനകളോടെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ആയുധ വിൽപ്പന നടത്തുക. എന്നാൽ തുർക്കിയിൽ നിന്നും ഡ്രോണുകൾ സ്വന്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു നിബന്ധനയും ഇല്ല. ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഒരു സാധനം വാങ്ങുന്നത് പോലെ നിസ്സാരമായി ആയുധങ്ങൾ കിട്ടും. അവ എങ്ങനെ ഉപയോഗിച്ചാലും ആർക്കു നേരെ പ്രയോഗിച്ചാലും തുർക്കിക്ക് ഒരു പ്രശ്നവുമില്ല. ദീർഘകാലമായി നിലനിൽക്കുന്നതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈറക്തർ TB2 ഡ്രോണുകൾ പാകിസ്ഥാന് കിട്ടിയത് 2023 രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കരാറിൽ ഡ്രോണുകളുടെ കൈമാറ്റവും പരിശീലനവും സാങ്കേതിക കൈമാറ്റവും ഉൾപ്പെട്ടിരുന്നു. ഈ ഇടപാട് വലിയൊരളവ് വരെ രഹസ്യമായിരുന്നു. തുർക്കിയുടെ സാങ്കേതിക പിന്തുണയോടെ ഡ്രോണുകളുടെ ഉൽപാദനം തുടങ്ങാനും പാകിസ്ഥാന് പദ്ധതിയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തുർക്കി ഡ്രോൺ ഉൽപാദനം മികച്ചൊരു വരുമാന പദ്ധതിയായി എടുത്തിരിക്കുകയാണ്. മേഖലയിലുടനീളം തുർക്കി ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ലിബിയ, സിറിയ, ഉക്രൈൻ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തുർക്കിഷ് ഡിഫൻസ് കമ്പനിയായ ബൈത്താർ നിർമ്മിക്കുന്ന ഈ ഡ്രോണുകൾ ഇപ്പോൾ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ ഏറ്റവും മികച്ച സാങ്കേതികതയിൽ നിർമ്മിച്ച ആയുധങ്ങൾ സൈനിക ശക്തി കൂട്ടാനായി കയ്യിൽ സൂക്ഷിക്കും. എന്നാൽ തുർക്കി ഈ ഡ്രോണുകൾ വിറ്റ് കാശാക്കുകയാണ് ചെയ്യുന്നത്. 2024 വരെയുള്ള കണക്കുകൾ പ്രകാരം തുർക്കി ഡ്രോണുകൾ 30ഓളം രാജ്യങ്ങളിൽ വിറ്റഴിച്ചിട്ടുണ്ട്. തുർക്കിയിൽ നിന്ന് ഏത് രാജ്യത്തിനും വലിയ ദുലാമാലകളോ ചർച്ചകളോ ഇല്ലാതെ ഈ ആയുധങ്ങൾ വാങ്ങാം. ട്രെയിനിങ് പാക്കേജ് ഒപ്പം ഓഫറായിട്ട് നിലനിൽക്കുന്നു. ചില രാജ്യങ്ങളുമായി സംയുക്ത നിർമ്മാണത്തിനും തുർക്കി തയ്യാറായിട്ടുണ്ട്. നിർമ്മാണ കമ്പനി ഏതാണ്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പോലെയാണ് എന്നാണ് അറിയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്നത് വളരെ ചുരുങ്ങിയ ചെലവിൽ ഈ ഡ്രോണുകൾ തുർക്കിയിൽ നിന്ന് നിർമ്മിച്ചു കിട്ടും. ഇതാണ് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ ആകർഷിക്കുന്ന ഘടകം. രാഷ്ട്രീയ നിബന്ധനകളില്ല. അക്ഷരാർത്ഥത്തിൽ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന ലാഘവത്തോടെ ഈ ഡ്രോൺ വാങ്ങാം. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ ഡ്രോണുകളെ ഉപയോഗിച്ച് തുർക്കി ശക്തമായൊരു ബന്ധവും സ്ഥാപിച്ചിട്ടുണ്ട്. സാമ്പത്തിക നേട്ടത്തിനൊപ്പം നയതന്ത്ര നേട്ടവും തുർക്കിക്ക് ഇതുവഴി ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.